ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് ഹൈറിച്ച് ഒളികൾ സന്തോഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇ ഡിയുടെ കേസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇ ഡി എല്ലാവരും നമ്മളുമായിട്ട് ഭയങ്കര സഹകരണത്തിലാണ്. അപ്പോൾ ഇ ഡി അടുത്ത ദിവസം തന്നെ ഇവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളെ പണം നിങ്ങൾ ഇന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പൈസ തിരിച്ചു കിട്ടും. അതുകൊണ്ട് ആരും തന്നെ കേസ് കൊടുക്കേണ്ടതില്ല. എന്നുവെച്ചാൽ അങ്ങനെയുള്ളവരെയൊക്കെ ഇവർ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് 15-ാം തീയതി നിങ്ങളുടെ പണമൊക്കെ നമ്മൾ തന്നിരിക്കും എന്ന രീതിയിലാണ്. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കേസ് എന്ന് പറയുന്നത് 3000-ലധികം കോടിയുടെ ഒരു വലിയ സ്കാമാണ്, പോൺസി സ്കീമാണ് എന്ന് ഇ ഡിയുടെ റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. ഇ ഡി സെർച്ച് ചെയ്തതിന് ശേഷം ഇവർ ഇറക്കിയ പത്രക്കുറിപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇത് പോൺസി സ്കീം വഴിയാണ് ഇവർ ഇത്രയും വലിയ തുക സമാഹരിച്ചതെന്നും അതിൽ 212 കോടി രൂപ FD ഇട്ടിട്ടുണ്ട് എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. മക്കളുടെ പേരിലൊക്കെ ബാങ്കിൽ ബാലൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ PMLA ഉള്ള ഒരു കേസാണ് ഇത്. PMLA കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളൊരു കേസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് ഈ PMLA ആക്ട് റദ്ദ് ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള കാരണമായിട്ട് പറയുന്നത്, ഇത് ഇ ഡി രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ വല്ലാതെ ഈ PMLA ഇ ഡിയെ വളരെയധികം ഉപയോഗിക്കുന്നു എന്ന്. അങ്ങനെയാണ് ഈ നമ്മുടെ അരവിന്ദ് കെജ്രിവാളും നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇ ഡി നോട്ടീസ് കൊടുക്കുന്നത് ഈ ഒരു ആക്ടിൻ്റെ പിൻബലത്തിലാണ്. അപ്പോൾ അത് എടുത്തു കളയും, റദ്ദ് ചെയ്യും. CA റദ്ദ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊക്കെ റദ്ദ് ചെയ്യുമെന്നുള്ള വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിക്കോട്ടെ, കേരളത്തിൽ അവർക്ക് അങ്ങനെ ഇതുവരെ അവർക്ക് ഒരു ബാഡ് മാർക്ക് അല്ലെങ്കിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാരെ അഴിമതി കേസിൽ പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കേരളത്തിൽ നടന്നിട്ടില്ല. തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മളൊക്കെ പത്രത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഒരു 3000-ലധികം കോടിയുടെ അത് മുഖ്യമന്ത്രി തന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട് 2 തവണ പറഞ്ഞിരുന്നത്, പോലീസ് തന്നെ CBI അന്വേഷണം അതിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞത്. തൃശ്ശൂർ കോർട്ടിൽ പോലീസ് അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അന്വേഷിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് CBIയോ ക്രൈംബ്രാഞ്ചോ ഒക്കെ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ, കൂടുതൽ തട്ടിപ്പുകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ എന്ന് പറഞ്ഞ ഒരു കേസ്. അത് നിരവധി തവണ കോടതിയിലെ ഈ അന്വേഷണം മെല്ലെയാണ്, അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ്. എന്നാൽ ഈ ഒരു 3000-ലധികം കോടിയുടെ ഈ സ്കാം ഇവരിങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവർ കളവൊന്നും ചെയ്തിട്ടില്ല, ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവർ ബിസിനസ് നടത്തിയിട്ടാണ് ഇത്രയും ലാഭമുണ്ടാക്കുന്നത്, അതിൻ്റെ ലാഭവിഹിതമാണ്, കമ്പനി നഷ്ടത്തിലാണെങ്കിലും ബാലൻസ് ഷീറ്റ് പ്രകാരം കമ്പനി നഷ്ടത്തിലാണെങ്കിലും ഇതിൽ അംഗങ്ങളായവരൊക്കെ കോടിപതികളാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കേസ് ഒന്നുമല്ലാതായി പോയി കഴിഞ്ഞാൽ ഇ ഡി ഈ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഈ ഒരു ആക്ട് എടുത്തിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കേസ് ഇല്ലാതായി കഴിഞ്ഞാൽ അത് പൂട്ടിയിട്ട് ഇവിടുന്ന് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചി ഓഫീസ് പൂട്ടിയിട്ട്
ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇ ഡി